ചെയ്ത് കൊടുക്കാറുണ്ട്. സോ അവരുടെയൊക്കെ റിവ്യൂസും അവരുടെ ആഫ്റ്റർ എങ്ങനെയാണ് അവരുടെ റിസൾട്ട് എന്ന് കണ്ടിട്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് സ്വയം ചെയ്ത് നോക്കാൻ പറ്റാത്ത കാര്യം ഞാൻ നല്ല രീതിയിൽ ഈ സാധനം നല്ലതാണോ നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ നല്ലൊരു ഹെയർ ഡൈ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഷോപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോപ്പിലേക്കും ഇത് വാങ്ങിക്കാം. ഇത് നല്ലതാണ് കേട്ടോ. അത്യാവശ്യം സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് ലാസ്റ്റ് അപ് ടു 20 വാഷസ് എന്നാണ്. പക്ഷെ നമുക്കൊരു 22 വാഷസ് വരെയൊക്കെ കിട്ടും ഇഫ് നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. അതായത് എല്ലാ ദിവസവും എണ്ണയും വെച്ച് അങ്ങനെ എണ്ണയില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത ആളാണെന്നുണ്ടെങ്കിൽ 20 വാഷ് തന്നെ കിട്ടണം എന്നില്ല. പക്ഷെ എന്നാൽ അത്യാവശ്യം കെയർ ചെയ്ത് നമ്മുടെ തലയിൽ ഇങ്ങനെയുള്ള കളർ ഉണ്ട്, ഗ്രേ കളർ കാണുന്നത് മോശമാണെന്ന് സ്വയം തോന്നുവാണെന്നുണ്ടെങ്കിൽ ഗ്രേ ഹെയർ ആക്ച്വലി നല്ലതാണ്. പക്ഷെ ചില ആൾക്കാർക്ക് അതൊരു കോംപ്ലക്സ് ആണ്, അല്ലെങ്കിൽ അതൊരു ഇത് നരച്ചല്ലോ എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ സ്വയം ആലോചിക്കുക, ഇത്ര എണ്ണ വെച്ചാൽ പിന്നെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. മുടിയിൽ ഇങ്ങനെ റെഗുലർ ആയിട്ട് ചെയ്യുന്നത് നമുക്ക് മടിയുള്ള കാര്യമാണെങ്കിൽ അതിനെ അങ്ങനെ ഒരു രീതിയിൽ ടേക്ക് കെയർ ചെയ്താൽ നമുക്ക് ഈ 20 വാഷ് ഉള്ളത് 22 വാഷ് വരെയൊക്കെ ആക്കാൻ വേണ്ടി പറ്റും. അതായത് ഡെയിലി മുടി നനയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി മുടി നനയ്ക്കാണ്ട് ഒരു 2 ദിവസം കൂടുമ്പോൾ മുടി നനച്ചു നോക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 20 വാഷ് എന്ന് പറയുന്നത് നമുക്കൊരു 1 മാസം അല്ലെ 1.5 മാസം, മാക്സിമം ഒരു 2 മാസം വരെയൊക്കെ നമുക്കിത് നീട്ടി എടുക്കാൻ വേണ്ടി പറ്റും. അല്ല നിങ്ങൾക്ക് മുടി നനയ്ക്കാതിരിക്കുന്ന ഒരു 3 ദിവസം കൂടുമ്പോൾ മുടി നനയ്ക്കുവാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എണ്ണയെങ്കിലും നമ്മൾ വീക്ക്ലി വൺസോ ട്വൈസോ ഒക്കെ ആയിട്ട് എണ്ണ വെക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ലാസ്റ്റ് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂസ് അനുസരിച്ചിട്ട് ഇതിന്റെ എണ്ണ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുടി കഴുകാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 20 വാഷിനെ നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ അവനവനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. അതായത് ഡാർക്ക് ബ്രൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ബ്രൗൺ കളർ, അതല്ല. നമ്മുടെ ഹെയറിന്റെ ഒരിക്കലും നമ്മുടെ ആരുടെയും ഹെയർ എന്ന് പറഞ്ഞാൽ ജെറ്റ് ബ്ലാക്ക് കളർ അല്ല, അതായത് പക്ക പ്യുവർ ബ്ലാക്ക് അല്ല. അപ്പൊ നമ്മളൊരു ഹെയർ കളർ വാങ്ങിക്കുന്ന സമയത്ത് നമ്മളത്